ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതല്പം ലോങ് വീഡിയോ ആയിരിക്കും. ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഓണത്തിൻ്റെ വെക്കേഷൻ ആയത് കാരണം പിള്ളേരൊക്കെ നമ്മളിവിടെ വന്നിട്ടുണ്ട്. വിദ്യയുണ്ട് ഉണ്ടാ, നമ്മൾ വലയിടാൻ പോവുകയാണ്. നമ്മുടെ വല ഇരിക്കുന്നതുണ്ട് ഇവിടെ. കഴിഞ്ഞ ദിവസം ഇട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഈ വല ഉടക്ക് തീർത്തിട്ട് നമ്മൾ കായലിൽ കൊണ്ടിടാൻ പോവുക. ഈ വല കൊണ്ട് കായലിടാം. ഇതേണ്ട, ഇതെന്നാണ് ഇത്? ഒത്തളങ്ങയാണ് ഇത്, ഒത്തളങ്ങ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അണ്ണൻ ഇതും കൊണ്ട് പോവുകയാണ്. നമ്മൾ വള്ളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കണ്ട, ഇത് മൊത്തം ഫൈബർ വെള്ളമാണ്. മൊത്തം ഫൈബറാണ്. നമ്മുടെ വെള്ളമല്ല ഇത്, മണിക്കുട്ടമ്മൻ്റെ വെള്ളമാണ്. വെള്ളത്തിൻ്റെ തുഴ ഇവിടെയുണ്ട്. വെള്ളത്തിൻ്റെ തുഴ. അപ്പോൾ ഈ വെള്ളത്തിലാണ് നമ്മൾ വലയിടാൻ പോണേന്ന്. നമുക്ക് സാധനങ്ങളൊക്കെ വെള്ളത്തിൽ കയറ്റാം. കയറിക്കോ. കഴിച്ചണ്ട, അത്യാവശ്യം നല്ല വെയിലുണ്ട്. നല്ല വെയിലുള്ള കാരണം അധികം നേരം വള്ളത്തിൽ ഇരിക്കുന്നില്ല. അപ്പോൾ എങ്ങനെ ഇടാൻ പോണെന്ന് പറയാം. നമ്മുടെ വലിയ കായലല്ലേ, ഇതിൻ്റെ ക്രോസ് ഒരെണ്ണം ഇട്ട് വെക്കും. ചെറുതായിട്ട് ഏറ്റം കയറി വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലതേ, ഒരു പരുന്ത് വന്നൊരു മീൻ എടുത്തുകൊണ്ട് പോയതാണ്. ഇനി ഒരെണ്ണം അപ്പുറത്തായിട്ട് മാറ്റിയിട്ട് അവിടെ നിന്ന് ഒരെണ്ണം ക്രോസ് ഇട്ട് വെക്കും. എന്നിട്ട് നമ്മളൊരു 1 മണിക്കൂർ കഴിയുമ്പോൾ വന്നിട്ട് പൊക്കിയെടുക്കും. ഓക്കെ, ഇച്ചിരി മാറിയിട്ട് നമുക്ക് ഇടാം. ഇവിടെയൊക്കെ നല്ല താഴ്ചയുള്ള സ്ഥലമൊക്കെ കാരണം ഇവിടെ വല ഇറങ്ങിയിട്ട് ഇത് ഫൈബറായത് കാരണം പിന്നെ വെച്ച് കൊടുത്താൽ മതി. വെള്ളം ഭയങ്കര സ്പീഡാണ് പോകും. അപ്പോൾ കാഴ്ച നമ്മൾ വലയിടാൻ തുടങ്ങുകയാണ്. ഏറ്റം കയറി വരുന്നത് അപ്പോൾ മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മീനെ പിടിക്കാം. നമ്മൾ വലയിട്ടിട്ട് പകുതി ആയിട്ടുണ്ട്. അപ്പോൾ വല കുറേ നാൾ ഇടാനിട്ടെന്ന് പറഞ്ഞ് അത്യാവശ്യം ഉടക്കൊണ്ട് വരും. അപ്പോൾ അതിലേക്ക് ഇടാൻ പറ്റുന്നത് കായലിലൊക്കെ പായൽ വന്നതാണ്. ഇനി നമുക്ക് വലകളൊന്നും ഇടാൻ പറ്റിയില്ല, മൊത്തം പായലൊന്നും ആവും. ഗായ്സേ, നമ്മുടെ വല കഴിയാറായി. അധികം ഉടക്കമൊന്നുമില്ലായിരുന്നു. നമുക്ക് ദിവസമുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇട്ടിട്ട് നമ്മളിവിടെ വന്ന് തീരാൻ പോകുന്നത്. തീരും നമ്മൾ ഇക്കരെ മുട്ടി. തീരാൻ യെസ്. നമ്മുടെ വല തീർന്നു. ബാക്കി കണ്ടോ, നമ്മളിതാ ആ കാടിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കാടിൻ്റെ അവിടെ നിന്നല്ല, ആ തെങ്ങിൻ്റെ അവിടെ നിന്ന്. അവിടെ നിന്ന് ഇട്ടിട്ട് ദേ ഇക്കരെ എത്തി. കണ്ടോ,
ഇക്കരയിൽ മുട്ടി. അപ്പോൾ നമ്മൾ കായൽ മൊത്തം ഇങ്ങോട്ട് നോക്കി ഇടാൻ പറ്റത്തില്ല, പായലുള്ള കാരണം വല ഇവിടെ കൊണ്ട് തീർന്നു. അപ്പോൾ ഇനി കായലിന് ക്രോസാക്കി ഇട്ടേക്കുന്ന ഏറ്റം കയറി വരുന്ന സമയമാണ്. എന്ത് മീൻ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. മീനെ പിടിച്ചിട്ട് നമ്മൾ അവനെ ഇന്ന് കുക്ക് ചെയ്യുന്നതാണ്. എന്ത് മീനായാലും നമ്മൾ കുക്ക് ചെയ്യും കേട്ടോ. നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോഴേക്ക് ഒരു സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാണ് നിങ്ങൾ പിടിക്കുന്ന മീൻ കുക്ക് ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഈ വലയെ കിട്ടുന്ന എന്തായാലും നമ്മൾ കുക്ക് ചെയ്യും. എന്തായാലും അതെ, നല്ല വെയിലുണ്ട്. അത് കാരണം നമ്മൾ അടുത്ത വല ഉടനെ ഇടാൻ പോകണത്. അടുത്ത വല വള്ളത്തിൽ തന്നെ ഇരിക്കുകയാണ്. സെലിബ്രേഷൻ എപ്പോഴാണ്? എവിടെയാണ്? എന്തൊക്കെ പരിപാടി? എന്തൊക്കെ പരിപാടി? സെലിബ്രേഷൻ, ഓണ സെലിബ്രേഷൻ്റെ പാട്ടുണ്ട്, സദ്യ ഉണ്ടാ? ദിദിയുടെ ട്യൂഷൻ ക്ലാസ്സിൽ ഓണ സെലിബ്രേഷൻ ആണ്. ദിദി അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇപ്പം. പക്ഷെ നിന്നെ വിടിയല്ലേ ഇന്ന് വെയിലായ കാരണം കയ്യിലും മേത്തൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കാലയിലും കയ്യിലും മൂത്തും ഏത് വെയിലുള്ള സമയത്ത് നമ്മൾ വെള്ളം തുഴയേണ്ടത്. ശരിയാക്കിഞ്ഞ ഓക്കെ. ഇപ്പോൾ തണുപ്പ് സുഖം കിട്ടി. രണ്ടാമത്തെ വല ഇച്ചിരി മറ്റേ വലയിൽ നിന്ന് ഇച്ചിരി നീട്ടി വേണം ഇടാനായിട്ടില്ലെങ്കിൽ ഈ വല ഒഴുകി അവിടെ ചെന്ന് ആ 2 വലയും കൂടെ ഒഴുകിയിട്ട് കിടക്കും. നമ്മളിനി കുറേ കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുന്നതാണ്. അതുകൊണ്ട് കുറച്ചുകൂടി അങ്ങോട്ട് കയറ്റിയിട്ട് ഇടാം. വല കുറച്ചൊന്ന് ഒഴുക്കണം. വല ഒഴുക്കിയാലേ നീട്ടില്ല. അധികം ഒഴുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല ചുരുണ്ട് പോകും. അപ്പോൾ ഇപ്പോൾ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് കാരണം പതിയെ ഒഴുകുള്ളൂ. മറിച്ച് ഏറ്റവും തുടങ്ങുന്ന സമയത്തൊന്നും കൊണ്ടൊന്ന് വലയിടും, ഇട്ട് വെക്കരുത് ഇതുപോലെ ക്രോസ്. അപ്പോൾ നല്ല വെള്ളത്തിന് നല്ല ഒഴുക്ക് കൂടുതലായത് കാരണം വല പെട്ടെന്ന് ചുരുങ്ങി പിന്നെ ലൈൻ പോലെ ആയിപ്പോൾ. അപ്പോൾ നമുക്ക് നല്ല പാടായിരിക്കും ഒന്ന് നിവർത്തിയെടുക്കാൻ. നമുക്കിനി ഇവിടെ അങ്ങോട്ട് ഇടാം. നമ്മൾ കടവിൽ നിന്നൊക്കെ ഇച്ചിരി മാറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാം. പിള്ളേരാണെങ്കിലൊക്കെ ചൂണ്ടിടാൻ വരാൻ നേരത്ത് അവർ ഉടക്കിയിട്ട് അവർ വലയൊക്കെ വലിച്ച് കരക്കാട്ടെടുത്തിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയുസ് നമ്മുടെ ദിദിയാണ് വള്ളം വലിച്ചുകൊണ്ട് പോകുന്നത് തിരിച്ച്. കണ്ടാ പിള്ളേർ വള്ളം തുഴയണണ്ട. നമ്മളിവിടുത്തെ എല്ലാ പിള്ളേരും വള്ളം തുഴയാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. ദിദിയെ ഇപ്പം ഇവിടെ വെള്ളത്തിൽ വീണെന്ന് വിചാരിക്കും. ഇപ്പം ഇവിടെ നിന്ന് വെള്ളത്തിൽ വീണെന്ന് വിചാരിക്കും. നീ എങ്ങാട്ട് നീന്തിപ്പോ? അതെന്താ? ഒഴുക്കുള്ള എടുത്തിട്ടാണോ നീന്തണ്ട? ആയിസ്തേ ഇതുപോലുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കായലിൻ്റെ നടുക്ക് വീണമെന്ന് വിചാരിക്കും. അപ്പം കായലിൻ്റെ നടുക്ക് വീഴുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കായലിൻ്റെ ഒഴുക്കം കാട്ടാൻ നോക്കണം. ഇപ്പം അവിടെ നിന്നാണ് ഇങ്ങോട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇവിടെ നിന്ന് അങ്ങോട്ട് നീന്തരുത്. നമ്മൾ ഈ ഒഴുക്കിൽ തന്നെ ഇങ്ങോട്ട് നീന്തിപ്പോരണം. ഒഴുക്കിൽ തന്നെ ഇങ്ങോട്ട് നീന്തിപ്പോരാൻ നേരത്ത് നമുക്കധികം സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമില്ല. പതിയെ വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഇങ്ങോട്ട് പോരാം. പിന്നെ ഒരിക്കലും വെപ്രാളപ്പെട്ട് നീന്തരുത്. ഫ്ലോട്ട് ചെയ്ത് കിടക്കുക വെള്ളത്തിൽ, അതായത് പൊങ്ങി നിൽക്കുക. എന്നിട്ട് ഈ പട്ടിയൊക്കെ വെള്ളത്തിൽ വീഴുമ്പോൾ നിൽക്കത്തില്ല, അതുപോലെ ഇങ്ങനെ പതിയെ കൈയും കാലും വെച്ച് ബാലൻസ് ചെയ്ത് പൊങ്ങി നിൽക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പതിയെ ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ നീന്തി ഏതെങ്കിലും ക്രോസ് സൈഡിലേക്ക് പോവുക. അല്ലെങ്കിൽ ആൾക്കാരാരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അവരെ വിളിക്കുക. എന്ത് ചെയ്യരുത്, വെപ്രാളപ്പെടരുതല്ലേ. നീ ഇവിടെ നിന്ന് ചാടിയാൽ നീന്തി രക്ഷപ്പെടുക. എന്താ പിള്ളേരെയൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നീന്താൻ അറിയാം. അവിടെ ഉള്ള എല്ലാ പിള്ളേർക്കും അത്യാവശ്യം വള്ളവും തുടങ്ങിയും എല്ലാവരും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. ഒരിക്കലും വെപ്രാളപ്പെട്ട് ആദ്യം വീഴുമ്പോൾ തന്നെ സ്പീഡിൽ നീന്താൻ ശ്രമിക്കരുത്. എവിടെയാണോ വീണത്, എത്ര വലിയ താഴ്ചയുള്ള സ്ഥലത്താണോ വീണത്, ആദ്യം പൊങ്ങി നിൽക്കുക. എന്നിട്ട് പൊങ്ങി നിന്ന് കൈ അടിച്ച് ബാലൻസ് ചെയ്ത് നന്നായിട്ട് ശ്വാസം വലിച്ച് നോർമലാകുക. ആ പേടി അങ്ങോട്ട് മാറ്റിയെടുക്കുക. എന്നിട്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് നോക്കുക. ഒഴുക്കിലേക്ക് നീന്തുക. പതിയെ നീന്തുക. ഓക്കെ.
അപ്പോൾ ഇനി നമുക്കൊരു 1 മണിക്കൂർ കഴിയാൻ നേരത്ത് വന്നിട്ട് 2 വലയും പൊക്കി നോക്കി. ഇത് കണ്ട പായലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പായൽ നമ്മുടെ വലയിൽ പിടിക്കുമ്പോൾ നമുക്കൊന്ന് വലയെടുക്കണം. 2 മണിക്കൂറായിട്ടുണ്ട് നമ്മൾ വലയിട്ടിട്ട്. അപ്പോൾ ഞാനും നമ്മുടെ ചേട്ടച്ചാരുമായിട്ട് വല വെക്കാൻ പോകണം. ഇതേ ചേട്ടായി ഉണ്ട്, കൃഷ്ണൻ ചേട്ടായി ഉണ്ട്, അച്ചുണ്ട്. നമ്മൾ വലയെടുക്കാൻ പോകണം. അപ്പുറത്ത് നമ്മളിതേ വലയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എണീറ്റല്ലേ വലയെടുത്ത് തുടങ്ങി നമ്മൾ. ഗൈസ് നോക്കാം. എന്തെങ്കിലും കുടുങ്ങിയാൽ മതി. എന്നിട്ടാണ് സാധനം വന്നത്. എന്തെങ്കിലും കുടുങ്ങിയാൽ മതിയോ. നമ്മളിത് ആദ്യത്തെ വല ഫുള്ളെടുത്ത് കഴിഞ്ഞ് നമുക്ക് ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല. ആദ്യത്തെ വലയാണ്. നമുക്കിനി 2ാമത്തെ വല നോക്കാം. നമ്മൾ 2ാമത്തെ വല എടുക്കാൻ പോവാണ്. 2ാമത്തെ വലയുടെ പറ്റിയെത്തി. ഇതേ കിടക്കുന്നു നമ്മുടെ 2ാമത്തെ വല. 2ാമത്തെ വല എടുത്തിട്ട് ഇതിൽ മീനുണ്ടാകുന്നൊക്കെ നോക്കാം. ആദ്യത്തെ വലയിലൊന്നും ഇല്ലായിരുന്നു. ഉണ്ടോ? പോയി പോവാ. അങ്ങോട്ട് വലിച്ചല്ലേ പോവാ. നമുക്കൊരു തിരണ്ടി കിട്ടിയിരിക്കണ്. നമുക്ക് വലയിൽ ഒറ്റ സാധനം കിട്ടിയിട്ടുള്ളൂ, ഒരു തിരണ്ടി. നോക്കിയേ, വള്ളത്തെ കയറിയോ തിരണ്ടി കിട്ടുമെന്ന് പറഞ്ഞല്ലേ. നോക്കിയേ ഒരു തിരണ്ടീനാണ് കിട്ടിയേക്കണത്. പകുതി മുക്കാലും പുറത്തായിരുന്നു. നോക്കിയേ ഇത് എവിടെയാ ചേട്ടാ ഉടക്കി കിടക്കണത്? മുള്ളിലാണ് ഉടക്കിയേക്കണത്. ഞാൻ മുള്ളിന്റെ മേലിലാണ് പിടിച്ചേക്കണം. മുള്ളു മുള്ളു അനക്കല്ലേ അവിടെ ഗ്യാപ്പ് ഉണ്ടാക്കി ഇടാം. ഇത് കണ്ടോ, നമുക്കൊരു സെറ്റപ്പ് തിരണ്ടി കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി വലുത് വേണമായിരുന്നു. സൂപ്പർ. നമ്മൾ കപ്പയും മീനും നമ്മളേ ഇല്ല നമ്മൾ ആക്ച്വലി വല പൊക്കിയിട്ടൊന്നും കിട്ടാണ്ടിരുന്നിട്ടേ എന്തെങ്കിലും മീനും പിടിച്ച് കക്കയും വാരി കപ്പയായിട്ട് വെച്ചാലാന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരണ്ടിക്കറി വെക്കായിരുന്നു. ഓക്കെ, വീട്ടിലൊരു തിരണ്ടി കിട്ടിയിട്ടുണ്ട്. 2ാമത്തെ വലയിലാട്ടാ കിട്ടിയേക്കുന്നത്. 2ാമത്തെ വലയിൽ ഇത് വല ഇച്ചിരി കൂടി ഉണ്ട്. വലത് ഇത്ര എടുത്ത് വല തീർന്നപ്പോഴാണ് കിട്ടിയത് തിരണ്ടി. അതെ വല തീർന്ന് ഏറ്റവും അവസാനം 2ാമത്തെ വലയുടെ ഏറ്റവും അവസാനം എന്തോ ഭാഗ്യത്തിന് വന്നൊരു തിരണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ തിരണ്ടിയിൽ നമ്മൾ ഫ്രൈ അടിക്കും. അപ്പോൾ അധികം വലുതൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമാണിത്. ഇതിൻ്റെ മുള്ളിലാണ് ഉടക്കിയേക്കണം. ആ മുള്ള ഉടക്കിയത് കൊണ്ട് മാത്രമാണ് കിട്ടിയത്. ഗൈസ് ഇത് ഉണ്ടായി നമുക്ക് അരക്കൊണ്ട് പോയിട്ട് തിരണ്ടിയുടെ മുള്ള് കളയണം. കിട്ടില്ല സാധനം. ഇതിൻ്റെ വായൊക്കെ പൊളിച്ചിട്ട് വരും. പള്ള ഇവിടെ ഇട്ടാൽ പോരെ. അല്ല നമ്മുടെ ഫോൺ അവിടെ ഇരിക്കുന്നില്ലടാ, അങ്ങോട്ട് പോകും. ഗൈസ് ഇത് കണ്ട വേറെ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഒരു ചെറിയ കൂലി പോലും കിട്ടിയില്ല. അത് അട്ടിയപ്പം സാധനമാണ് കിട്ടിയത്. നമ്മളിതിനെ ഇന്ന് കറി വെക്കും. അടിപൊളി സാധനം. കഴിഞ്ഞ ദിവസം വറുത്ത പോലെ തന്നെ അതിൻ്റെ മുള്ള് കണ്ട. ആ മുള്ളിൽ ഉടക്കിയാണ്, ഇച്ചിരി ഉടക്കിയിട്ടുള്ളൂ. ആ മുള്ളിൽ പോയേനെ. ഐസേ തിരണ്ടിയായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രണ്ടുണ്ട് വെയിറ്റ് ഉണ്ട്. പിന്നെ ഐസ് 2 കിലോത്തിന് മേലുണ്ട് സാധനം. ചെറിയ തിരണ്ടി ആയിട്ടേക്കണത്. ഈ കളയലൊന്നുമില്ല, നേരെ കറി വെക്കൽ മാത്രം. ആദ്യമായിട്ടാണ് വല തിരണ്ടി കിട്ടുന്നത്. അപ്പോൾ ഇതിൽ പണ്ടൊരു പ്രാവശ്യം ഇത് അവിടെ ഇട്ടപ്പേ ഇതുപോലെ എന്തോ പൊട്ടിച്ച് പോയെന്ന് വെച്ചാൽ പറയാനുണ്ടായിരുന്നു. സാധനം ഉണ്ടാവും. ആ ഇവിടെ മണ്ണായിരുന്നു. മണ്ണായതുകൊണ്ട് അടിച്ചതായിരിക്കും. വില ചെമ്മീനെ മീനൊക്കെ തിന്നാൻ വന്നായിരിക്കും.
കഴിച്ചു കണ്ടോ അതെ. അപ്പോൾ ഇന്ന് തേരണ്ടി കറി വെക്കാം നമുക്ക്. ഇതേ ഗൈസ്, വളത്തിൽ തന്നെ ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പം തെരണ്ടി കറി വെക്കാനുള്ള പരിപാടിക്കാണ് പോകുന്നത്. വെള്ളം അടുപ്പിക്കുന്നു, അതിൻ്റെ മുള്ളു പറിച്ച് കളയുന്നു, വീട്ടിൽ പോയി ചട്ടിയും സാധനം എടുത്തിട്ട് വരുന്നു, കപ്പ മേടിക്കുന്നു, തെരണ്ടിയും കപ്പക്കറി. ഓക്കെ ഗൈസ്, തെരണ്ടീൻ്റെ മുള്ളൊടിക്കാൻ പോണേണ്. ഓടിച്ചാ ഇതുണ്ടോ അതെ, മുള്ളിത്ര ഉണ്ട് തെരണ്ടിയുടെ. ഈ മുള്ളിലാണ് നമ്മൾ ഉടക്കിയിരുന്ന് വെച്ചത്. സാധനത്തിന് എടുത്തിട്ടുണ്ട് ആശുദേ. തെരണ്ടിയുടെ മുള്ളൊക്കെ ഒടിച്ചെടുത്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ കൊണ്ടേ അമ്മേനെ അച്ഛനെയും കാണിച്ചിട്ടേ അവരുടെ റിയാക്ഷൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. അടിപൊളി 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 വീഡിയോ. നമ്മളിത് വീട്ടിലേക്ക് എത്തി. ഓണായത് കാരണം മൊത്തം ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ്. വേണ്ട പാത്രമൊക്കെ ഉണക്കായിട്ടേക്ക്. ലിയോയുടെ റിയാക്ഷൻ നോക്കി. എങ്ങനെയുണ്ട്? വലയെ കിട്ടി, വലയെ കിട്ടിയതാണിപ്പോൾ. ആ എങ്ങനെയുണ്ട്? ഒരെണ്ണേ കിട്ടിയുള്ളൂ വലയിൽ. ഒരു ഇത് മാത്രമേ കൂരി പോലും കിട്ടിയില്ല. അവൻ കണ്ടോ? അവൻ കണ്ടു. ഇന്നത് വറക്കാൻ പോണേ, ഇല്ല കറി വെക്കാൻ പോണു. നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. തെരണ്ടി വേവിച്ചിട്ട് നമ്മൾ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഐസ് നമ്മൾ വെക്കാൻ പോവാണ്. കണ്ടോ നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലം കണ്ടോ? പായലിൽ വന്നിട്ടേ പായലിൽ പൂവുണ്ടായിരിക്കുന്നു. പായൽ പൂവാണിത്. ആ കണ്ടെത്തി മൊത്തം പായലായി. നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവോള, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഒഴിക്കാം. നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവാണ്. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഉള്ളി, ഇഞ്ചി സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. സഞ്ചരയി നമ്മുടെ അമ്പലത്തിൽ പാട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ലേശം,
ഉപ്പിട്ട് കൊടുക്കുവാണ്. ഐസേ പുളിയാണ്, പുളി നമ്മൾ കുടംപുളി ഇട്ട് കൊടുക്കുവാണ്. സൂപ്പറായിട്ടുണ്ട്. ഇനി തിളച്ച് വരട്ടെ, ഇത് വെയിറ്റ് ചെയ്യാം. മീൻ ഇട്ടോ ഐസേ, നമ്മൾ മീൻ ഇട്ട് കൊടുക്കുവാണ്. തെരണ്ടി ഇട്ട് ഐസ്. നമ്മുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അക്കു ഹിൽസ, പേരെന്താ? കാത്തുണ്ട്. ദിദി അതെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഗൈസ് പരിപാടി സെറ്റായിട്ടുണ്ട്. നമ്മൾ മീനിട്ടിൻ്റെ വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് മീനെ. ഓക്കെ എല്ലാവരും ഉണ്ട്. തെരണ്ടി കറി കഴിക്കാൻ വന്നേക്കുന്നതാണ്. നമ്മുടെ പിള്ളേരെല്ലാം ഉണ്ട്. തിളച്ച് വരുന്നുണ്ട്. നമ്മൾ മീൻ ഇറക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വെച്ച് കൊടുക്കും. അങ്ങോട്ട് കയറ്റി വെക്ക്. അക്കു വളച്ച് വെച്ച് കൊടുക്കണല്ല. കപ്പയില്ലേ? നമ്മള് നല്ല കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ ഇത് തന്നെയാണ് കാത്തു. അതെ കപ്പ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ് പറഞ്ഞോ? ഇല്ല, കഴിക്കാം. നമ്മള് കപ്പയിൽ തെരണ്ടി ഇട്ടിട്ടുണ്ട്. നമുക്ക് പിള്ളേരെ കൊണ്ട് ആദ്യം ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഇവിടെ കപ്പ മാത്രം എടുത്ത് വായി വെച്ചടാ, തെരണ്ടി എടുത്ത് കൊടുക്ക്. കപ്പയല്ല, നീ മീൻ തിന്നി. വാ തെരണ്ടിയും കപ്പയും കഴിക്കാം. വാ. എങ്ങനെയുണ്ട് ഇതിയെ? നീ കഴിച്ചില്ലല്ലോ ഇനി. കൊടുത്തായിരുന്നാ? എങ്ങനെയുണ്ട് അക്കു? ശിവാനി എങ്ങനെയുണ്ട്? സൂപ്പർ. എരിവ് കൂടുതലാണോ? കുഴപ്പമില്ല, കുറഞ്ഞു പോയെന്നേ ഉള്ളു. എന്ത് എരിവ്? അപ്പോൾ ഗായ്സ് നമ്മൾ കഴിച്ചു തുടങ്ങി. നല്ല പീസാണ്. അത് ഞാൻ മാറ്റി വെച്ചേക്കും. ഇച്ചിരി കപ്പയും കൂട്ടി തെരണ്ടി എടുത്തിട്ട് ഇങ്ങനെ സൂപ്പർ സാധനം.
നമ്മൾ കഴിച്ച് കഴിയാറായി. അപ്പോൾ തീർന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.